വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. ഈ ഒരു ചൂട് കാലാവസ്ഥയിലും അതുപോലെ നോമ്പുതുറ സമയത്തുമൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. പാല് ചേർത്തും പാല് ചേർക്കാതെ ഉണ്ടാക്കുന്ന 2 തരം ടൊമാറ്റോ ജ്യൂസിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ. ഞാനിവിടെ നന്നായി പഴുത്ത 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 200 ഗ്രാം വരും. ഓരോന്നും 4 കഷ്ണങ്ങളായി മുറിക്കണം. തക്കാളിയുടെ ഞെട്ടിൻ്റെ ഉള്ളിലുള്ള വെളുത്ത ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് 2 ഏലക്കയും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി കുക്കർ അടച്ച് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കിയ ശേഷം ഇതിലേക്ക് 1/3 കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നന്നായി അലിയുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം നന്നായി ആറിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കുരുവും തൊലിയൊക്കെ നീക്കുന്നതിന് വേണ്ടി ഇതൊരു ജ്യൂസ് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് അളവിലുണ്ടാകും. ഇതിൽ നിന്ന് 1 കപ്പ് നമുക്കൊന്ന് അളന്ന് മാറ്റാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടിത് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് നമുക്കിത് പകർത്തി ഒഴിക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ കുതിർത്ത ബ്ലാക്ക് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം. ഭംഗിക്ക് വേണ്ടി അല്പം കസ്കസ് ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഷമാം ജ്യൂസിൻ്റെ ടേസ്റ്റിലുള്ള നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1 കപ്പ് വേവിച്ച ടൊമാറ്റോ കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. 4-5 പുതിന ഇല കൂടി ഇതിലേക്ക് ചേർക്കാം. 1 സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. 3/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ളു ഉപ്പ് കൂടി ചേർക്കുക. മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് അതും കൂടി ചേർക്കാം. ഇനി ജാറൊന്ന് അടച്ച ശേഷം നന്നായി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ചിലർക്കെങ്കിലും തക്കാളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഈ 2 ജ്യൂസിനും നമ്മൾ പറഞ്ഞാലല്ലാതെ ഇത് തക്കാളിയാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. ഞാനിപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിളാക്കി എടുത്താൽ മതിയാവും. നോമ്പ് സമയത്തൊക്കെ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 ദിവസത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്